ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് 2017 ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് ആരുടെയും സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ടില്ല, എല്ലാം സുതാര്യമായാണ് നടപ്പാക്കിയതെന്നും അജയ് തറയിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ശബരിമലയിലെ കൊടിമരം നിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ നമുക്കൊപ്പം പ്രതികരിക്കാനുണ്ട്. എങ്ങനെയാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തെ കാണുന്നത്? കേസെടുത്ത് അന്വേഷണം നടത്താനല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. വിജിലൻസിനോട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, കേസെടുത്ത് അന്വേഷിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടന്ന സാഹചര്യത്തിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി എൻ്റെ നിരപരാധിത്വം, ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ച് ഒരു അഗ്നിശുദ്ധി വരുത്താൻ കഴിയുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയറായ ജീവിതം തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് ഹൈക്കോടതി വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത് അന്ന് എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടന്നതെന്നുള്ള പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്. അത് ഫെനിക്സ് ഗ്രൂപ്പിൽ നിന്നും വാങ്ങിയ സ്വർണ്ണം ഉപയോഗിച്ചാണ് ഇവിടെ സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കിയത്. വേറെ പല ആവശ്യങ്ങൾക്ക് ആളുകൾ സ്വർണം കൊടുത്തതെന്ന് എനിക്കറിയില്ല. സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കാനായിട്ട് പൂർണ്ണമായും ഫെനിക്സ് ഗ്രൂപ്പിൻ്റെ പണം ഉപയോഗിച്ച് ഞങ്ങൾ സ്വർണം വാങ്ങിയാണ് സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു കണക്കെല്ലാം കൃത്യമായ കണക്ക് എല്ലാം ഹൈക്കോടതിയിലും ദേവസ്വത്തിൻ്റെ ഓഡിറ്റിലും കൊടുത്ത് പാസ്സാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി അതിനെ ശ്ലാഘിച്ചിട്ടുമുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം വരാനുള്ളൊരു സാഹചര്യം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? അല്ല, അത് ഹൈക്കോടതി ഇത്രയും വലിയ ഇത് നടക്കുമ്പോൾ ഇത്രയും വലിയ കൊള്ളക്കാരുടെ എല്ലാം നടത്തി ശബരിമലയെ മൊത്തം കൊള്ള ചെയ്ത് കോടാനുകോടി രൂപയുടെ സ്വർണവും മറ്റ് അഴിമതികൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇതും കൂടി ഒന്ന് അന്വേഷിച്ചാക്കൂ എന്ന് ഹൈക്കോടതി ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അന്ന് ഈ പലരും സംഭാവനയായിട്ടൊക്കെ തന്നിട്ടുണ്ടാകുമല്ലേ? അതിൻ്റെയൊക്കെ ഒരാളും കൊടിമരത്തിന് വേണ്ടി സംഭാവന വാങ്ങിയിട്ടില്ല. ഒരാളും കൊടിമരത്തിന് വേണ്ടി സംഭാവന തന്നിട്ടില്ല. ഒരു തരി സ്വർണം മറ്റാളുടെ നിന്നും കൊടിമരത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുമില്ല. സ്വർണം കിട്ടിയതിനൊക്കെ കൃത്യമായ കണക്കുണ്ട്. അല്ല, അതൊക്കെ അവിടെ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറും അവരും അല്ലേ സ്വർണത്തിൻ്റെ കണക്ക് വെക്കുന്നത്, ഞങ്ങളാരുമല്ലോ വെക്കുന്നത്. അതിങ്ങനെ എല്ലാ വർഷവും എല്ലാ ദിവസവും അവിടെ സ്വർണം വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതവിടെ കണക്കുണ്ടാവും. ഈ ക്വിക്ക് വെരിഫിക്കേഷനിൽ ഏതെങ്കിലും തരത്തിൽ മൊഴിയെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ താങ്കൾ പൂർണ്ണമായി അതുമായി തീർച്ചയായിട്ടും എന്താ കുഴപ്പമില്ല. നമ്മളെത്രയോ ഏത് രാഷ്ട്രീയക്കാരനാണ് ക്വിക്ക് വെരിഫിക്കേഷൻ വിധേയമല്ലാത്തത്. അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. എന്തായാലും എല്ലാവിധ കാര്യങ്ങളും സുതാര്യമായിട്ടാണ് നടന്നത്. കൊടിമരം സംബന്ധിച്ച ഒരു രീതിയിലുള്ള ആശയക്കുഴപ്പത്തിനും സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ പറയുന്നത്. ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം സൈഫുനിസാരിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.